കോഴിക്കോട്ടെ ലൈറ്റ് മെട്രോ പരിഗണനയിലുള്ളതായി മുഖ്യമന്ത്രി അറിയിച്ചതായി ഷവലിയർ സി ചാക്കുണ്ണി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നിവേദനം സമർപ്പിച്ചു. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും സിഎം പറഞ്ഞതായും ചാക്കുണ്ണി പറഞ്ഞു. കോഴിക്കോട് ജില്ലാ അവലോകന യോഗത്തിനു ശേഷം ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റി, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, മലയാള ചലച്ചിത്ര കാണികൾ എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഷവലിയർ സി ചാക്കുണ്ണി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സർക്കാർ അതിഥി മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. മലബാറിൽ 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ടായിട്ടും ആവശ്യത്തിന് ദേശീയ അന്തർദേശീയ വിമാന സർവീസുകളും വലിയ വിമാന സർവീസും ഇല്ലാത്തതും, കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോളിംഗ് പദവി ഇല്ലാത്തതിനാൽ വ്യോമയാന ഗുണഭോക്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മുൻകാലങ്ങളെക്കാൾ കോഴിക്കോട് നഗരം സന്ദർശിക്കാനെത്തുന്ന സ്വദേശ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്ക്, യാത്രാക്ലേശം ഒരു നിത്യസംഭവം മാറിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈറ്റ് മെട്രോ പദ്ധതിയെ പറ്റിയും UAE കേരള കപ്പൽ സർവീസിനെ പറ്റിയും ഉന്നയിച്ചതും വളരെ പോസിറ്റീവ് മറുപടി ലഭിച്ചതും. ഒരു ഇടവേളയ്ക്ക് ശേഷം അന്യഭാഷാ സിനിമാ ചിത്രീകരണം കേരളത്തിലേക്ക് വന്ന സാഹചര്യത്തിൽ എയർ, റെയിൽ, റോഡ്, ജലഗതാഗത കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്നും കേന്ദ്ര സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന മെഗാ ചലച്ചിത്ര പ്രൊഡക്ഷൻ യൂണിറ്റ് മാവൂരിൽ സ്ഥാപിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സി ചാക്കുണ്ണി നിവേദനത്തിലൂടെ അഭ്യർത്ഥിച്ചു. നിർദ്ദേശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.